നമസ്കാരം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും വലിച്ചിഴച്ചതിൽ രൂക്ഷ പ്രതികരണവുമായി ഡോക്ടർ ജിൻഡോ ജോൺ. താൻ പരാതിപ്പെട്ടാൽ കേരള പോലീസ് അതിവേഗത്തിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകാമോ എന്നും അദ്ദേഹം ചോദിച്ചു. തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്കോടെയാണ് താൻ ഡോക്ടറേറ്റ് നേടിയതെന്നും ഡോക്ടർ ജിൻഡോ ജോൺ ഓർമ്മിപ്പിച്ചു. തന്റെയും കുടുംബത്തിന്റെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ CPMന്റെ രാഷ്ട്രീയ നിലപാടാണോ എന്നും അദ്ദേഹം ചോദിച്ചു. KJ ഷൈനിന്റെ പരാതിയിൽ ഉണർന്നു പ്രവർത്തിച്ച കേരള പോലീസ് തന്റെ ജീവിത പങ്കാളി പരാതി നൽകിയാൽ അതേ വേഗതയിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകാൻ കഴിയുമോ എന്നാണ് ജിൻഡോ ചോദ്യമുയർത്തുന്നത്. അതല്ലെങ്കിൽ ഷൈനിന്റെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം ചിന്തിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാനമായ സാഹചര്യങ്ങളിൽ ആക്രമിക്കപ്പെടുന്ന മറ്റു സ്ത്രീകൾക്ക് ലഭിക്കാത്ത പരിഗണന ഷൈനിന് മാത്രം ലഭിക്കുന്നുണ്ടെങ്കിൽ നിയമ നടപടികളുടെ അതിവേഗത മറ്റു കാര്യങ്ങളിലും ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈബർ ആക്രമണങ്ങളെ ഭയക്കുന്നില്ലെന്നും ഒളി ക്യാമറകളെയും ബൈനോക്കുലറുകളെയും ഭയക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കൂട്ടത്തിലുള്ളത് ഞങ്ങളുടെ മക്കളായ ദാവിദ് ജോൺ, ഇസഹാക്ക്, ജേക്കബ്. സൈബർ സഖാക്കളെ, ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ പേരിൽ ഇതിന്റെ ഒന്നും ഭാഗമല്ലാത്ത എന്റെ പങ്കാളിയുടെയും മക്കളുടെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു പരത്തുന്ന വൃത്തികേടുകൾ CPMന്റെ രാഷ്ട്രീയ നിലപാടാണോ? ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അതിവായന ചെയ്ത KJ ഷൈൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞ അഭിപ്രായമാണ് സ്ത്രീയെയും പുരുഷനെയും ഏതൊരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് ചെയ്യാൻ പാടില്ല എന്ന്. അതിനാൽ നെഹ്റു, ഗാന്ധി, ലെനിൻ എന്നിവരുടെ എല്ലാം പുസ്തകങ്ങൾ പരാമർശിച്ച് അവരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. താങ്കൾക്ക് അവകാശപ്പെട്ടതെന്ന് കരുതുന്ന അതേ അവകാശം എന്റെ ജീവിത പങ്കാളിക്കുമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താങ്കളുടെ പരാതിയിൽ ഉണർന്നു പ്രവർത്തിച്ച കേരള പോലീസ് എന്റെ ജീവിത പങ്കാളി ഒരു പരാതി കൊടുത്താൽ അതേ വേഗതയിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു തരാൻ താങ്കൾക്ക് സാധിക്കുമോ? അങ്ങനെ അല്ലാത്ത പക്ഷം താങ്കളുടെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം വിചാരിക്കേണ്ടി വരും. സമാനമായി ആക്രമിക്കപ്പെടുന്ന മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത പരിഗണന താങ്കൾക്ക് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ ആ നിയമ നടപടിയുടെ അതിവേഗത മറ്റെന്തൊക്കെയോ മറച്ചു പിടിക്കാനാണെന്നും സംശയിച്ചു പോയേക്കാം. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എവിടെയെങ്കിലും താങ്കളുടെ പേര് പരാമർശിക്കുന്ന ഏതെങ്കിലും ഭാഗം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? വിവാദങ്ങളെ വഴിതിരിച്ചുവിടാൻ എന്റെ പേര് കൂടി ഉന്നയിച്ചപ്പോഴും താങ്കൾക്കെതിരെ വ്യക്തിപരമായി അഭിപ്രായം പറയാതിരുന്നത് താങ്കളുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടല്ല, താങ്കളും ഒരു സ്ത്രീ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ എന്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാത്തിടത്തോളം താങ്കളിലെ സ്ത്രീപക്ഷം കപടമാണെന്ന് ഞാൻ വിചാരിക്കേണ്ടി വരും. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്ത് പോലും താങ്കളുടെ പേര് പരാമർശിക്കാത്തപ്പോഴും അത് താങ്കളെ കുറിച്ചാണെന്ന് ആരെങ്കിലും പറഞ്ഞപ്പോഴെങ്കിലും എന്റെ പോസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളെ പരാമർശിച്ചത് കണ്ടോ? എങ്കിൽ ഏത് ഭാഗത്താണ് താങ്കളെയാണ് ഉദ്ദേശിച്ചതെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഇനി അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് താങ്കളെ ഞാൻ ആക്ഷേപിച്ചതെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കാരണമായത്? എന്റെ ഫേസ്ബുക്ക് അഭിപ്രായങ്ങളുടെ താഴെ എന്നെയും മക്കളെയും ജീവിത പങ്കാളിയെയും മോശമായി ചിത്രീകരിച്ച് എഴുതി പിടിപ്പിക്കുന്ന CPM നേതാക്കൾ അടക്കമുള്ള സൈബർ സഖാക്കന്മാർക്കെതിരെ ഒരു വാക്ക് ഉരിയാടാൻ താങ്കൾക്ക് പറ്റുമോ? ഇല്ലെങ്കിൽ കാവട്യം കൊണ്ട് ഉത്തരമുണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നാണ് ജിൻഡോ എഴുതുന്നത്.